ചെറുപ്പം മുതലേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു നല്ലൊരു അധ്യാപകനായി മാറുക എന്നത്. ഒരു കുട്ടിയുടെ ജീവിതം വാർത്തെടുക്കുക, അവരെ നല്ലൊരു പൗരന്മാരായിട്ട് വളർത്തിയെടുക്കാൻ നമ്മുടെ അധ്യാപകനാണ് അതിനുള്ള ഏറ്റവും പവറുള്ളത്. എൻ്റെ പേര് ഫ്രാങ്ക്ലിൻ പി.ജെ. ഞാൻ ഇക്കഴിഞ്ഞ LPST റാങ്ക് ലിസ്റ്റിൽ കോട്ടയം ജില്ലയിൽ 15ാം റാങ്ക് നേടിയ വ്യക്തിയാണ്. ചെറുപ്പം മുതലേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു നല്ലൊരു അധ്യാപകനായി മാറുക എന്നത്. അതിനേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പ് എനിക്ക് ഇപ്പോൾ നടത്താൻ കഴിഞ്ഞതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും ഈ സ്കൂൾ മേഖലയിൽ തന്നെയായിരുന്നു ജോലി ചെയ്തിരുന്നത്. അമ്മ അധ്യാപികയായിട്ടും അച്ഛൻ ക്ലർക്കുമായിരുന്നു. അപ്പോൾ ചെറുപ്പം മുതലേ നമുക്ക് സ്കൂൾ പരിസരവും നമ്മുടെ സ്വന്തം വീട് പോലെ കണ്ടിരുന്ന ഒരു മേഖല തന്നെയാണ്. ഒരു കുട്ടിയുടെ ജീവിതം വാർത്തെടുക്കുക, അല്ലെങ്കിൽ സമൂഹത്തെ വാർത്തെടുക്കുക എന്നതിൽ നല്ല അധ്യാപകൻ്റെ റോളെന്ന് പറയുന്നത് ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയുന്ന ഒരു കാര്യമല്ല. സാമൂഹിക കടമകളുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുത്തും അവരെ നല്ലൊരു പൗരന്മാരായിട്ട് വളർത്തിയെടുക്കാൻ നമ്മുടെ അധ്യാപകനാണ് അതിനുള്ള ഏറ്റവും പവറുള്ളത്. ഒരുമിച്ച് സ്വപ്നങ്ങൾ കാണുന്ന, അവരെ മോട്ടിവേഷൻ കൊടുത്ത് അവരുടെ ഒപ്പം നിൽക്കുന്ന നല്ലൊരു കൂട്ടുകാരനെ, അവരോട് കളിക്കുന്ന ഒരു വ്യക്തിയായിട്ട്, അവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് ആണ് അധ്യാപകൻ മാറേണ്ടത് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ട് കൂടെയാണ് എനിക്ക് ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ഇത്രയും ആഗ്രഹം ഉണ്ടായിരുന്നത്. എൻ്റെ സുഹൃത്തുക്കളായ ജിൻസി, സച്ചിൻ എന്ന് ഞങ്ങൾ 3 പേരായിരുന്നു. ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി അപ്പോൾ ഞങ്ങൾ അതിനെ സഹായിച്ച എൻട്രി ആപ്പായിരുന്നു. എൻട്രി ആപ്പ് യൂസ് ചെയ്ത് ഞങ്ങൾ അതിലെ ഗെയിംസ് ഉണ്ടായിരുന്നു, ക്വിസുകളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഒരു മത്സരം പോലെ രസകരമായ രീതിയിലൊക്കെ കളിച്ച്, അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ടാണ് പഠിച്ചത്. എനിക്കൊരു പേഴ്സണൽ മെൻറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് ചോദിക്കും പഠനം എങ്ങനെയുണ്ട്, നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊരു മെൻറ്ററിങ് ലഭിച്ചിരുന്നതുകൊണ്ട് നമുക്ക് ടച്ച് വിട്ടു പോവാതെ ഒരു ലക്ഷ്യം നമുക്ക് എപ്പോഴും ഉണ്ടാവും. നമ്മുടെ ലക്ഷ്യത്തെ ഓർമ്മപ്പെടുത്തിയെടുക്കാൻ മെൻറ്ററും ഉണ്ടാവും. എൻട്രി ആപ്പിൻ്റെ മറ്റ് സർവീസസ് ഉണ്ടായിരുന്നു. കൃത്യമായ ഒരു അച്ചടക്കത്തോടെ തന്നെയാണ് അതിലെ പാഠങ്ങളെല്ലാം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കറക്റ്റ് ഓർഡറുണ്ട്. വെറുതെ എല്ലായിടത്തുനിന്നും വലിച്ചു വാരി പഠിക്കുന്നതിന് വരെ കൃത്യമായ ഒരു ഓർഡറിലൂടെ പഠിക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ടായിരുന്നു. ഇനി അടുത്തായിട്ട് വരുന്ന LPST ഉദ്യോഗാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ കൃത്യമായ ഒരു ടൈം ടേബിൾ വെക്കുക, കൃത്യമായ ഒരു മെൻറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് അത്ര നല്ലതായിരിക്കും. കമ്പൈൻ സ്റ്റഡി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുന്ന സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ബന്ധുക്കൾ അങ്ങനെയുള്ളവരുടെ കൂടെയൊക്കെ നമ്മൾ കൂടെ ഇരുന്ന് പഠിക്കുന്നത് നമുക്ക് വളരെ നല്ല ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഹിസ്റ്ററിയൊക്കെ പഠിക്കുകയാണെങ്കിലും വെറുതെ എല്ലാം കാണാൻ പഠിക്കുന്നതിന് പകരം ഓരോന്നിനും കണക്ട് ചെയ്ത് നോട്ട്സ് ഉണ്ടാക്കി ഇങ്ങനെ പഠിച്ചാലാണ് നമുക്കത് കൂടുതൽ നമ്മുടെ മനസ്സിൽ നിലനിൽക്കുകയുള്ളൂ. കഷ്ടപ്പെട്ട് പഠിക്കുന്നതിനേക്കാൾ ഇഷ്ടപ്പെട്ട് പഠിക്കുക എന്ന് തന്നെയാണ്. ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതിലാണ് നമുക്ക് വിജയം നേടാൻ കഴിയും. വളരെ രസകരമായ ഒരു കാര്യം എന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ അമ്മ റിട്ടയറായി, അല്ലെങ്കിൽ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ അവസാന ദിവസം തന്നെ എൻ്റെ LPST റാങ്ക് ലിസ്റ്റ് വരികയുണ്ടായി. 28 വർഷത്തെ തൻ്റെ സർവീസിന് ശേഷം വിരമിക്കുന്ന അമ്മ വളരെ സങ്കടത്തോടെയായിരുന്നു വീട്ടിലേക്ക് കയറി വന്നത്. അമ്മയുടെ സങ്കടം മാറ്റാൻ എനിക്ക് എൻ്റെ റാങ്ക് ലിസ്റ്റ് കാണിച്ച് അമ്മയുടെ സങ്കടം മാറ്റാൻ എന്നെക്കൊണ്ട് കഴിഞ്ഞു. അപ്പോൾ എനിക്കത് ഇപ്പോഴും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. എൻ്റെ മാതാപിതാക്കൾക്ക് അഭിമാനം ഉണ്ടാക്കാൻ എന്നെക്കൊണ്ട് കഴിഞ്ഞു. അതുപോലെ നിങ്ങൾക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.